ഹലോ, അസ്സലാമു അലൈക്കും. ഹന്ന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് രാത്രി കെടുക്കാൻ പോകുമ്പോൾ രാത്രികളത്തെ എല്ലതും കഴിഞ്ഞിട്ട് നമ്മളെ കിച്ചൺ എങ്ങനെയാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടാ. നമ്മളെല്ലതും കഴുകലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ടഞ്ഞ് ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ നമ്മളെ ബാക്കിയുള്ളത് ഒക്കെ കറിയൊക്കെ ചൂടാക്കി വെക്കും കേട്ടോ, തിളപ്പിച്ച് വെക്കും. ചോറ് നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചത്, ബാക്കിയുള്ള ചോറാണ് അത് നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടാ. ഇനി എന്താ പറയുക, ഇവിടെയൊക്കെ സെറ്റായി ഉമ്മ ഇരുന്ന് ഫോൺ ചെയ്യണം. ഉമ്മയുടെ കുഞ്ഞുമ്മ വിളിച്ചപ്പോൾ ഫോൺ ചെയ്യണ്ട. പിന്നെ ഇപ്പോൾ പിറ്റേ ദിവസം കാലത്താണ് കാണിക്കുന്നത് കേട്ടാ. നമ്മൾ കാലത്തേക്ക് പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കറി മുതിരക്കറിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഉണ്ടാക്കാൻ കേട്ടാ. അങ്ങനെ പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മളെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അജ്മീർ പൊടി, ആ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ആ പൊടി കൊണ്ട് നമ്മൾ ആ പൊടിയിലേക്ക് നമ്മൾ ചോറില്ലേ, വെള്ളത്തിയിട്ട് വെച്ച ചോറ് കണ്ടല്ലോ നിങ്ങൾ, ആ ചോറ് മുഴുവനും നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കൂട്ട, ഒന്നുണ്ട് അടിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പൊടിയിലിട്ടിട്ട് നന്നായി കുഴച്ചിട്ട് ഇതുപോലെ കുഴക്കും കണ്ടാ പുട്ടുണ്ടാക്കാൻ. അപ്പോൾ ഈ പുട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ പുട്ട്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് സോഫ്റ്റും ഉണ്ടാവും. അതാണ് ഈ ഞാൻ പറയുന്നത് കേട്ടാ, കാണിക്കുന്നത്. പുട്ടിനുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ മുതിരക്കറിയിലേക്കുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് കേട്ടാ. ഇതൊക്കെ ഉമ്മ ആദ്യം തന്നെ എണീറ്റ പാടന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് കൂട്ടാ. പിന്നെ അതുപോലെ ഉമ്മ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പത്തിന് ഞാൻ എഴുന്നേറ്റ് വരും. അപ്പം എന്നിട്ടാണ് ഇതൊക്കെ തുടങ്ങുക. അത് കണ്ട അമ്മ അപ്പത്തിന് തുറന്നു തന്നെ, ഞാൻ തുറന്നുതരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ തുറന്നു തരികയാണ് കുക്കറ്. അങ്ങനെ നോക്കുമ്പോൾ മുതിര വേവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ താളിക്കാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഉമ്മ വേഗം തന്നെ ചീൻചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. മുതിരപ്പേരി കർക്കിടക മാസത്തിൽ കഴിക്കണത് നല്ലതാന്ന് പറയൂട്ടാ. ഉമ്മ പറയും നല്ലതാണ് ഈ മഴക്കാലത്ത് മുതിര കഴിക്കണത്. ഞങ്ങൾ മഴക്കാലത്ത് മുതിര നന്നായി യൂസ് ചെയ്യൂട്ടാ. ഇതുപോലെ നിങ്ങളും യൂസ് ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ. ഞാൻ എടുക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടാ. എനിക്കറിയണ പോലെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതുപോലെ പുട്ടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. എന്താ മുതിര താളിച്ച്, ആ മുതിര കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇടുട്ടാ. മുളകും പൊടി ഇട്ടതിൻ്റെ ശേഷം ഈ മുതിരപ്പേര് വേവിച്ച് വെച്ച മുതിരപ്പേര് അതിൽ കണ്ട് പൊട്ടിയാൽ മതി. പിന്നെ തിളച്ചതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്യുക. അപ്പോൾ അതിൽ കിടന്ന് സെറ്റ് ആയിക്കണം. അപ്പോൾ ഇതാ പുട്ടിതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് ആവിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ അലക്കാനുള്ളത്. ഇന്ന് സ്കൂളില്ല, മഴ പ്രമാണിച്ച് ഇന്ന് തൃശ്ശൂർ ജില്ലക്കാർക്കൊക്കെ മുടക്കായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ കുറച്ചുള്ളൂ, ഡെയിലി അലക്കണ കാരണം കുറേശ്ശെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ളത് അലക്കാനുള്ളത് ഞാൻ മുക്കി വെക്കാൻ പോവുകയാണ്. ഞങ്ങൾ കല്ലുമ്മലാണ് അലക്കാറ് കേട്ടോ. അങ്ങനെ അത് മുക്കി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇന്ന് ഉച്ചക്ക് മീൻ കിട്ടിയിട്ടുള്ളത് ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇന്ന് സ്കൂളില്ലല്ലോ, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വലിപ്പമൊക്കെ ഉള്ള ചെമ്മീനാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അങ്ങനെ എന്താ പറയുക, അതന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിലേക്കുള്ള സവാള, തക്കാളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി ഇതൊക്കെ തൊലി കളഞ്ഞുമ്മ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. വേപ്പില വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഒക്കെ പച്ചമുളകൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാണ്. ഇനി ചെമ്മീൻ ഉമ്മ പറഞ്ഞ് ഞാൻ വേഗം നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞേ. അപ്പോൾ പുട്ടിൻ്റെ പണി കഴിഞ്ഞാലാണ് അത് തുടങ്ങുള്ളൂ കേട്ടോ, ചോറിലേക്കുള്ള പണി തുടങ്ങുള്ളൂ. അപ്പോൾ ചായയൊക്കെ വേഗം കുട്ടികൾക്ക് കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ. പിന്നെ ഇതുപോലൊക്കെ തന്നെയാണോ നിങ്ങൾ സ്കൂളില്ലാത്തപ്പോൾ കുട്ടികൾക്കൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറില്ലേ? അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.
അതാ ചെമ്മീനൊക്കെ ഉമ്മ നന്നാക്കി കഴുകി കുറച്ച് ചെമ്മീനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ, നാളേക്ക് കറി വെക്കാൻ. പിന്നെ കുറച്ച് ചെമ്മീൻ ഉമ്മ കായം പുരട്ടണമുണ്ട് കേട്ടാ, കായം പുരട്ടി വെക്കുന്നുണ്ട്. ഇത് കുറച്ച് കറി വെക്കാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ്, കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം. പിന്നെ ബിരിയാണിയിലേക്കുള്ള ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹന്നക്കുട്ടിയാണ് ഈ വീഡിയോ എടുക്കുന്ന ആൾ കേട്ടാ, ഈ ഭാഗമൊക്കെ എടുക്കുന്ന ആള് ഹന്നക്കുട്ടിയാണ്. ഹന്നക്കുട്ടിയുടെ കൈയാണ് ആ കണ്ണ്. ഞാൻ അരിഞ്ഞു വെച്ചതൊക്കെ അവള് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കണ്ട. അതുപോലെ പച്ചമുളക് ഒക്കെ കീറിയിട്ടുണ്ട്. ഇത്ര പച്ചമുളകൊന്നും എടുക്കില്ല കേട്ടോ, അതിൻ്റെ 3/4 ഭാഗം എടുക്കുള്ളൂ, ബാക്കി സലാഡിൽക്കൊക്കെ ഉള്ളതാണ്. പിന്നെന്താ, അതുപോലെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ കായം പുരട്ടുന്നതാണ് പിന്നെ കാണിക്കുന്നത്. ഉമ്മ ബിരിയാണിക്കുള്ള ചെമ്മീന് കായം പുരട്ടാ, അതാണ് ഈ കാണിക്കണത്. നിങ്ങൾക്ക് ഈ വീഡിയോ ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. പിന്നെ എന്താ, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, തക്കാളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വേഗം തന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് പോവാം. അങ്ങനെ എന്താ പറയുക, ഞാൻ വേഗം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചും പേസ്റ്റില്ലേ അതും സവാളയും പിന്നെ പച്ചമുളകും കൂടിയിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വഴറ്റാൻ വെക്കൂട്ടാ. എന്നിട്ട് ഒരു പ്രഷർ കണ്ട് വരുത്തും. അപ്പോൾ വേഗം തന്നെ പെട്ടെന്നാവൂട്ടാ, നമുക്ക് പെട്ടെന്നായി കിട്ടും. അങ്ങനെ ഒരു കാര്യമുണ്ട്, അതാണ് ഞാൻ ചെയ്യാൻ പോണ എളുപ്പപ്പണി. ഈ ഹന്നക്കുട്ടി ഇതാ എടുത്ത വീഡിയോ തന്നെ വീണ്ടും വീണ്ടും എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരുകയാണ് കേട്ടാ. ചെറുനാരങ്ങ നീര് ഞാനൊരു ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ അതൊക്കെ സെറ്റാണ്. ഈ ഹന്നില്ലേ, ഹന്ന എല്ലാതും എടുത്തത് തന്നെ വീണ്ടും വീണ്ടും എടുത്ത് കാണിച്ചു തരാണ് നമുക്ക്. അതാ ഇതിൽക്കാണ് ഞാൻ വേഗം വയറ്റാൻ വെക്കുന്നത്, പ്രഷർ വരുത്താന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടാ. ഇനി പുറത്തെ കാഴ്ചകളൊന്ന് കാണാം. എന്താ നമ്മളെ ഗ്രില്ലിന് ഇതാ ഹന്നനെ കണ്ടില്ലേ, അങ്ങനെ ഇതാ ഇത് വയറ്റാൻ വെച്ചിട്ട് നന്നായി വഴന്ന അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 തക്കാളിയാണ് അരിഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ തക്കാളി ആയതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മസാല ആക്കി ഇപ്പുറത്തെ അടുപ്പത്ത് ചെമ്മീൻ പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ സെറ്റായി ഇതാ കണ്ട, ഇതൊക്കെ സെറ്റായി വന്നിട്ടാ. അങ്ങനെ ചെമ്മീൻ പൊരിച്ച് ചെമ്മീൻ പൊരിച്ച് ഇതാ കണ്ട മസാല ഒക്കെ ആക്കി നല്ല സെറ്റായി. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി കഴുകി വാരച്ചിട്ടുണ്ട്. ഇതാ അടുപ്പത്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അടുപ്പത്ത് വെള്ളത്തിൽ നമ്മൾ ഒക്കെ ഇട്ട് അരി ഇതാ ബിരിയാണി റെഡിയായി. ഇനി വിളമ്പാൻ പോവാണ്, കുട്ടികൾക്ക് കൊടുക്കാൻ പോവാണ്. ഇതുപോലെയൊക്കെ തന്നെയാണോ നിങ്ങളെ വീട്ടിലും? ഇത് ഉച്ച വരെയുള്ളൊരു ഡേ ആൻഡ് മൈ ലൈഫാണ്. ഇത് കഴിഞ്ഞ് ബിരിയാണി കഴിച്ച് ഞങ്ങൾ സുഖമായി ഉറങ്ങി. എന്നിട്ട് വൈകുന്നേരം ഒരു 4 മണി ആകുമ്പോൾ എഴുന്നേൽക്കൂട്ടാ, കുട്ടികൾക്കൊക്കെ കൊടുത്ത്. ബായ്.